യെസ്, കം ടു ദി കൺക്ലൂഷൻ. യുവർ ഓണർ, കോടതിയുടെ പതിവ് കീഴ്വഴക്കങ്ങൾക്ക് വ്യത്യസ്തമായി വളരെ വേഗത്തിലും സൂക്ഷ്മതയിലും വിചാരണ പൂർത്തിയാക്കിയ ഒരു കേസാണിത്. അവിടുന്ന് വിധി പറയുന്നതിനു മുൻപ് ഈ നിൽക്കുന്ന ശ്യാമ എന്ന എന്റെ കക്ഷിക്ക് നിയമത്തിന്റെ മുഴുവൻ പരിരക്ഷയും പ്രതിയായ രാജീവൻ എന്ന ഈ മനുഷ്യന് നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യത ബോധ്യപ്പെടുന്ന തരത്തിലുള്ള പരമാവധി ശിക്ഷ ഉറപ്പുവരുത്താൻ ഒരു വക്കീൽ എന്ന നിലയ്ക്ക് ഞാൻ ബാധ്യസ്ഥനാണ്. യുവർ ഓണർ, ശ്യാമയുടെ മുഖത്തേക്കൊന്ന് നോക്കൂ. 7 ജന്മം മുഴുവൻ കരഞ്ഞാലും തീരാത്ത കൊടിയ പീഡനങ്ങളുടെയും മർദ്ദനങ്ങളുടെയും ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ശ്യാമ. ഞാൻ ഈ വക്കീൽ കുപ്പായം അണിഞ്ഞതിനു ശേഷം ഇത്രയ്ക്ക് കരളലിയിപ്പിക്കുന്നതും കണ്ണീര് കുടിപ്പിച്ചതുമായ ഒരു കേസ് കൈകാര്യം ചെയ്തിട്ടില്ല. ഈ മനുഷ്യൻ ചെയ്തു കൂട്ടിയ അവർണ്ണനീയവും അനിർവചനീയവുമായ കൊടും ക്രൂരതകളുടെ കൂമ്പാരങ്ങൾ, അതും 12 വർഷത്തോളം ഒരു നിഴലായി തണലായി സാന്ത്വനമായി കൂടെ ജീവിച്ച, സ്വന്തം ഭാര്യയോട് ചെയ്ത കണ്ണിൽ ചോരയില്ലാത്ത സമാനതകളില്ലാത്ത മർദ്ദനമുറകൾ കേട്ട് കേരള ജനത വിറങ്ങലിച്ചു നിൽക്കുകയാണ്. ഭർത്താവെന്ന് പറയുന്ന ഈ മനുഷ്യന്റെ അവസാന ക്രൂരതയിൽ നിന്നും മുടിനാരിഴയ്ക്ക് മരണത്തിൽ നിന്നും ജീവിതത്തിന്റെ കച്ചിത്തുരുമ്പിൽ പിടിച്ച് കരയ്ക്ക് കയറിയ ഒരു പാവം സ്ത്രീയാണ് ഈ നിൽക്കുന്നത്. യുവർ ഓണർ, നിസ്സഹായതയുടെയും ദൈന്യതയുടെയും ഒരു ലോകത്ത് വികാരങ്ങളും വിചാരങ്ങളും പ്രതിഫലിക്കാത്ത ജീവിച്ചിരിക്കുന്ന ഒരു ജഡമായി മാറിയിരിക്കുകയാണ് എന്റെ കക്ഷി ശ്യാമ. ക്ഷമിക്കണം യുവർ ഓണർ, എന്റെ വാക്കുകൾ വൈകാരികമാവുന്നുണ്ടെന്ന് എനിക്കറിയാം. ഈ കോട്ടിനുള്ളിൽ അടിച്ചമർത്തപ്പെട്ടവരും ദുർബലരുമായ ആളുകളെ സ്നേഹിക്കുന്ന കാരുണ്യം നിറഞ്ഞ ഒരു മനുഷ്യനുണ്ടായിപ്പോയി. അല്ലാതെ പ്രതിഭാഗം വക്കീലിനെ പോലെ നോട്ടുകെട്ടുകളിലേക്കും ചെക്ക് ബുക്കിലേക്കും മാത്രം നോക്കി വെള്ളമിറക്കുന്ന മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരാർത്തിപ്പണ്ടാരമാകാൻ കഴിയാതെ പോയതാണ് എന്റെ തെറ്റെങ്കിൽ ഞാനത് സമ്മതിച്ചു തരാം. താങ്കൾ വിഷയത്തിൽ നിന്നും വ്യതിചലിക്കുന്നു. ക്ഷമിക്കണം യുവർ ഓണർ. ദാ ആ കുഞ്ഞുങ്ങളുടെ മുഖത്തേക്കൊന്ന് നോക്കൂ. ഭീതിയും അരക്ഷിതാവസ്ഥയും കാണാൻ കഴിയുന്നില്ലേ ആ കുഞ്ഞു മുഖങ്ങളിൽ? ഈ നിൽക്കുന്ന പ്രതിയിൽ നിന്ന് ഈ മക്കൾക്ക് സംരക്ഷണം നൽകാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് മാത്രമേ സാധിക്കൂ. കുട്ടികൾ സ്നേഹവും സമാധാനവും സന്തോഷവും നിറഞ്ഞ അന്തരീക്ഷത്തിൽ വളർന്നാൽ മാത്രമേ ഇന്ത്യയുടെ രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിയാവുന്ന ഉത്തമ പൗരന്മാരാവൂ. മറിച്ചാണെങ്കിൽ പേനയും പുസ്തകവും പിടിക്കേണ്ട ആ കൈകളിൽ കത്തിയും തോക്കും വടിവാളുമായി നാട്ടിലെ സമാധാനാന്തരീക്ഷം തകർക്കുന്ന, സമൂഹത്തിനും സർക്കാരിനും തലവേദന സൃഷ്ടിക്കുന്ന ഒരു കൂട്ടം ക്രിമിനലുകളായി അവർ കറങ്ങുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട ഗതികേടായിരിക്കും നമുക്കുണ്ടാവുക. യുവർ ഓണർ, ഇത്രയൊക്കെ ഞാനിവിടെ പറയുമ്പോഴും പ്രതിയുടെ മുഖത്ത് യാതൊരു വിധത്തിലുള്ള ഭാവഭേദങ്ങളും ഇല്ലാതെ അക്ഷോഭ്യനായി നിൽക്കുന്നതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ചെയ്തുപോയ തെറ്റുകളിൽ യാതൊരു വിധത്തിലുള്ള പശ്ചാത്താപമോ കുറ്റബോധമോ ഇല്ല എന്നല്ലേ? പുറത്തിറങ്ങിയാൽ പഴയ ജീവിതം തന്നെ തുടരുമെന്നുറപ്പിച്ച ഒരു മനുഷ്യന്റെ ദൃഢപ്രതിജ്ഞ ഈ കണ്ണുകളിൽ എനിക്ക് കാണാൻ കഴിയും. യുവർ ഓണർ, സത്യം ജയിക്കണം, നീതി പുലരണം. ഈ സാധുവായ സ്ത്രീക്കും അവരുടെ കുരുന്നു മക്കൾക്കും ഇനി കോടതിയുടെ കാരുണ്യം മാത്രമാണ് ആശ്രയവും പ്രതീക്ഷയും. സ്വസ്ഥമായും സമാധാനമായും ഒരു കുടുംബജീവിതം നയിക്കാൻ ഇനി മുതലെങ്കിലും അവർക്ക് വഴി തുറക്കണം. അതോടൊപ്പം സമൂഹത്തിന് പാഠമായിക്കൊണ്ട് മാതൃകാപരമായി കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും വേണം. ആയതുകൊണ്ട് അപൂർവങ്ങളിൽ അപൂർവമായി ഈ കേസിനെ പരിഗണിച്ചുകൊണ്ട് പ്രതിക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ വിധിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. പ്രതിഭാഗം വക്കീലിന് എന്തെങ്കിലും പറയാനുണ്ടോ? യുവർ ഓണർ, ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യ വിചാരണയിൽ തന്നെ എന്റെ കക്ഷിയുടെ മുഴുവൻ കാര്യങ്ങളും ഞാൻ അങ്ങയുടെ മുമ്പാകെ അവതരിപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട കോടതിക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്തതാണ്. എന്റെ എതിർവക്കീൽ പണത്തിനോട് ആർത്തി പൂണ്ടവനായി എന്നെ അവമതിച്ചു. എന്നിട്ടും ഞാനൊന്നും പ്രതികരിച്ചില്ല. എന്തെന്നാൽ യാതൊരു കാരണവുമില്ലാതെ ഈ കേസ് നീട്ടിക്കൊണ്ടുപോയത് ആരാണെന്ന് ഇവിടെ കൂടി എല്ലാവർക്കും അറിയാം.
കക്ഷികളിൽ നിന്ന് ഞാൻ ഫീസ് വാങ്ങാറുണ്ട്. കേസിന്റെ സ്വഭാവം അനുസരിച്ച് തുകയുടെ വലുപ്പം കൂടിയും കുറഞ്ഞിരിക്കാം. പക്ഷേ ഏറ്റെടുത്ത കേസിൽ ഒന്നുപോലും പരാജയപ്പെട്ടിട്ടില്ല എന്നത് മാത്രം മതി ഞാൻ ചെയ്യുന്ന സർവീസിന്റെ മഹത്വം ബോധ്യപ്പെടാൻ. താങ്കൾ ഇപ്പോൾ സഹപ്രവർത്തകനുള്ള മറുപടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിഷയത്തിലേക്ക് വരൂ. ക്ഷമിക്കണം യുവർ ഓണർ. മുഴുവൻ കുറ്റവും എന്റെ കക്ഷിയുടെ ചുമലിൽ കെട്ടിവെച്ച് മറുഭാഗത്തെ വെള്ള പൂശുന്നതിലെ ഔചിത്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ഭർത്താവ് സ്വമേധയാ കുറ്റവാളിയല്ല. എന്റെ കക്ഷി രാജീവൻ തെറ്റുകാരനാണെങ്കിൽ അതിന്റെ കാരണങ്ങളിൽ പലതും ഭാര്യ ശ്യാമയിൽ ചെന്നെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ കക്ഷി ശിക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ എതിർ കക്ഷിയും ശിക്ഷിക്കപ്പെടണം. അങ്ങനെ ഒരു കേസിൽ വാദിയും പ്രതിയും ഒരുപോലെ ശിക്ഷാർഹരാകുന്ന ഒരു വിധിയിലൂടെ ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കാൻ ബഹുമാനപ്പെട്ട കോടതി തയ്യാറാവണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ഇത് സംബന്ധമായി കഴിഞ്ഞ വിചാരണ വേളകളിൽ പറഞ്ഞത് തന്നെയാണ് ഇനിയും എനിക്ക് ആവർത്തിക്കാനുള്ളത്. അതിന് ഞാൻ മുതിരുന്നില്ല. കോടതിയുടെ നീതിബോധത്തിൽ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. പട്ടാപ്പകൽ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി വൃദ്ധയെ കഴുത്തറത്ത് കൊല ചെയ്യുകയും സ്വർണ്ണാഭരണങ്ങളും പണവും അപഹരിക്കുകയും അതുപോലെ 5 വയസ്സുകാരിയെ മൃഗീയമായി പീഡിപ്പിച്ചു കൊല്ലുകയും ജഡം വെട്ടിനുറുക്കി ചാക്കിലാക്കി പുഴയിൽ കെട്ടിത്താഴ്ത്തുകയും കാമുകിയെ വിവാഹം ചെയ്യാൻ ആദ്യ ഭാര്യയെ കഴുത്തുമുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും സ്വന്തം മക്കളെ കണ്ണിൽ ചോരയില്ലാതെ തല്ലിച്ചതയ്ക്കുകയും ഇരുമ്പ് കമ്പി പഴപ്പിച്ച് ദേഹമാസകലം പൊള്ളിക്കുകയും ചെയ്ത ക്രൂരനും കണ്ണിൽ ചോരയില്ലാത്തവനുമായ ഒരു കൊടും കുറ്റവാളിയാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന രാജീവനെന്ന ഈ വ്യക്തി എന്ന് തോന്നിപ്പോകും വാദിഭാഗം വക്കീലന്റെ വിസ്താരം കേട്ടാൽ.